സ്തുതി. എന്നും ജീവിക്കുന്നവനായ ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് എന്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുകയാണ്. 1986 ഒരു സുദിനത്തില് ഒരു മാതാവും പിതാവും കൂടി ആശുപത്രിയിൽ പ്രഗ്നൻസി ടെസ്റ്റിന് വേണ്ടിയിട്ട് വളരെ സന്തോഷത്തോടു കൂടി ചെല്ലുകയാണ്. എന്നാൽ തങ്ങളുടെ ഡോക്ടർ അവനോട് പറയുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കുട്ടിയെ അബോർഷൻ ചെയ്യാം. കാരണം ഈ കുട്ടിക്ക് കൺജൻഷണൽ ആംപുട്ടേഷൻ, അതായത് കൈയും കാലുമില്ലാത്ത അവസ്ഥയാണ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവർ വളരെ നിരാശരായെങ്കിലും ഒട്ടും സംശയമില്ലാതെ ഇവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടിയെ വേണമെന്ന്. അങ്ങനെ 1986 മാർച്ച് മാസം 24 ആ കുട്ടി ജനിച്ചു. ആദ്യകാലങ്ങളിൽ അവനോടുള്ള സഹതാപമായ നോട്ടങ്ങളെ കണ്ടിട്ട് അവന്റെ മാതാപിതാക്കൾ വളരെ സങ്കടപ്പെട്ടു. എങ്കിലും ഒട്ടും തളരാതെ അവൻ സ്വയം പര്യാപ്തനാകണമെന്ന് അവർ തീരുമാനിച്ചു. ആയതിനു വേണ്ടിയിട്ട് അവർ വളരെ പ്രാർത്ഥിക്കുകയും ദൃഢനിശ്ചയത്തോടു കൂടി ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. പ്രോസ്തറ്റിക് സ്പൂണിൽ നിന്ന് സാധാ സ്പൂണിലേക്കും വീട്ടിൽ നിന്ന് കളിസ്ഥലത്തേക്കും അവൻ ചേക്കേറപ്പെട്ടു. ഒപ്പം കുസ്തിയും കൂടി അവൻ പഠിച്ചു. ആദ്യകാലങ്ങളിൽ കുസ്തിയിൽ അവൻ അത്ര അഗ്രഗണ്യനല്ലായിരുന്നുവെങ്കിലും ശേഷം നാഷണൽ ഹൈസ്കൂൾ റെസ്ലിംഗ് മേഖലയിൽ 10ാം സ്ഥാനത്തേക്ക് അവൻ അടുക്കപ്പെട്ടു. അതോടുകൂടി കൊടൂരമായ മൗണ്ട് കിളിമഞ്ചാരോ എന്ന് പറഞ്ഞ പർവ്വതത്തെയും അവൻ കീഴടക്കി. അങ്ങനെ ഒരു കാലത്ത് കൈയും കാലുമില്ലാത്തവൻ എന്ന് വിളിച്ചവനില്ലെന്ന് ഇന്ന് പർവ്വതങ്ങളെ കീഴടക്കുന്നവനെന്നും പ്രൊഫഷണൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവനെന്നും ആൾക്കാർ അവനെ വിളിച്ചു തുടങ്ങി. ആ കുട്ടിയുടെ പേരാണ് കൈൽ മാനിയാടൻ. 1 കൊരിന്ത്യർ 10:14 പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, മനുഷ്യർക്ക് ഉണ്ടാകുന്നതിനപ്പുറമായിട്ടുള്ള ഒരു പരീക്ഷണവും അവൻ നിങ്ങൾക്ക് നൽകുന്നില്ല. അവൻ വിശ്വസ്തനാണ്. അവൻ നിങ്ങളുടെ കഴിവിനപ്പുറമായിട്ടുള്ള ഒരു പരീക്ഷണങ്ങൾക്കും നിന്നെ തള്ളിയിടുകയില്ല. പ്രത്യുത നിങ്ങളുടെ കഴിവിന് അനുസരിച്ച് നിങ്ങളുടെ പരീക്ഷണങ്ങൾക്ക് ഒഴിവ് കഴിവുകൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. ഈ ലോക ജീവിതം എന്നത് ഒരിക്കലും ശാന്തമായ കായലിന് തുല്യമല്ല. പ്രത്യുത ശുഭിതമായ സമുദ്രത്തിന് സമാനമാകുന്നു നമ്മുടെ ജീവിതം. ആ സമുദ്രത്തിലൂടെ ആഞ്ഞടിക്കുന്ന തിരമാലകളെ എതിരേറ്റ് മുന്നേറുവാൻ നാം തയ്യാറാകണം. ഒരു പക്ഷേ ദുഃഖവും സഹനവും നമ്മെ പിന്നോട്ട് വലിച്ചേക്കാം. എങ്കിലും കയ്യിൽ മാനിയാടിനെ പോലെ അവയെല്ലാം എതിരേറ്റ് മുന്നേറുവാനുള്ളൊരു ദൃഢനിശ്ചയം നമുക്കുണ്ടാകണം. സ്വർഗത്തിലേക്കുള്ള വഴി ചെറുതും വാതിൽ ഇടുങ്ങിയതുമാകുന്നു. എങ്കിലും അവയെ തിരഞ്ഞെടുക്കുക എന്നത് ഒരു വിശ്വാസിയുടെ കടമയാണ്. ആയതുകൊണ്ട് ലോകരക്ഷകനായ യേശു ക്രിസ്തുവിനെ കൂടെ കൂട്ടിക്കൊണ്ട് നമുക്കും നമ്മുടെ ജീവിത ലക്ഷ്യത്തിനായിട്ട് മുന്നേറാം. അതിന് ഈ നോമ്പുകാലം ഒരു സംഗതിയാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവനാമം മാത്രം